മീറ്റിംഗ് വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആദ്യം ഇൻസ്റ്റേ പോയി നോക്കി റീൽസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇല്ല കാര്യം വാട്സാപ്പിനൊക്കെ കൊണ്ടുവരേണ്ട മെസ്സേജ് ഡിലീറ്റ് ചാടിക്കോ ചാടിക്കോ ചാടി എത്തിയാ പോരെ 10 മീറ്റർ ആകുമ്പോ സൈഡിൽ ചാടിയാ ഓ അടുത്താണ് അങ്ങനെ നിനക്ക് ജമ്പ് ലെറ്റർ തന്നാലല്ലേ ഞാൻ ഫോളോ ചെയ്തിട്ട് ചാടിക്കോളാം. അവസാനം നമ്മൾ ആദ്യം ഇറങ്ങി ടാഗാവും അവള് വന്ന് ലേറ്റ് ആയിട്ട് വന്ന് നമ്മളെ എത്തി. ചാൻസ് വളരെ കുറവ്. ഞാൻ വല്ലപ്പോഴും അപൂർവമായിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാൻസ് വളരെ കുറവെന്നല്ലേ പറഞ്ഞുള്ളൂ, ചെയ്യൂലെന്ന് ഞാൻ പറഞ്ഞു. സ്വാഭാവികം. ഞാൻ ഇന്ന് മറ്റേ സിനിമ ഉണ്ട് ഡ്രാക്കുള എന്ന് പറഞ്ഞിട്ട്. ഡ്രാക്കുള അത് ലവ് സ്റ്റോറി അല്ലല്ല ഇംഗ്ലീഷ് 2025 ഇറങ്ങിയ ഫ്രഞ്ച് അല്ലേടാ? ഫ്രഞ്ച് പടമാണ് അവരൊക്കെ ഇംഗ്ലീഷിലാണല്ലോ പോണത്. ഫ്രണ്ട് കിടക്കണില്ലേ? അത് ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ കിടക്കണം. അതതിനകത്ത് അവർ ഫ്രഞ്ച് കിറ്റ് ചെയ്യണമെന്നായിരിക്കും. കോമഡിയാണ് കേട്ടോളാട്ടാ. അല്ല കോമഡി അല്ല, ഭയങ്കര സീരിയസ് പടം. ഡ്രാക്കുള രാജാവായിരുന്നു. ഡ്രാക്കുള എന്ന് പറഞ്ഞ രാജാവ്. മറ്റേ അങ്ങനെ ഭാര്യ രാജ്യം രക്ഷിക്കാൻ അത് രാജ്യം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോയി പവർ എടുക്കണല്ലേ. ഇതങ്ങനെ കളിച്ചൊന്നുമില്ല. ഇങ്ങനെ ഭാര്യയായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരിക്കും. ഭാര്യനെ കൊല്ലും. ഭാര്യനെ ഈ ശത്രു രാജ്യത്തുള്ളവന്മാരെ കൊല്ലും. ഇങ്ങനെ പുറത്തെ പള്ളിയിലെച്ചെന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോണത്. ഭാര്യയ്ക്ക് അയാള് ദൈവത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, അപ്പൊ ഭാര്യയ്ക്കൊന്നും വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഇങ്ങനെ യുദ്ധം ജയിക്കുമ്പം ഭാര്യ മരിക്കും. അപ്പൊ ഇങ്ങനെ ഒന്ന് പള്ളിയിലെച്ചനെ എടുത്തു ഭാര്യനെ പുനർജനിപ്പിച്ചു വിട്ടാല് റീഇൻകാർണേറ്റ് ചെയ്താല് ഇയാളെ ദൈവത്തിനെ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം ഇയാൾക്ക് ഡെത്ത് ഇല്ല എന്ന് പറഞ്ഞ് ശപിക്കും. അങ്ങനെയാണ് ഇങ്ങനെ വാമ്പയർ ആയിരുന്നത്. അങ്ങനെ എന്നിട്ട് ഇങ്ങനെ വർഷങ്ങൾ 400 വർഷം അന്വേഷിച്ച് അടക്കുമ്പോൾ 400ാമത്തെ വർഷം ഇങ്ങനെ അവളുടെ റീഇൻകാർണേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇയാള് ഓരോ സ്ഥലത്തും പോവും. ഈ ആൾക്കാരെ അട്രാക്ട് ചെയ്ത് അനുസരിപ്പിക്കാൻ വേണ്ടി പ്രശ്നം മൊത്തം ഉണ്ടാക്കും. ഇങ്ങനെ പക്ഷേ പോയി എല്ലാ രാജ്യങ്ങളിലും ലോകം മൊത്തം സഞ്ചരിച്ചിട്ടും അവൾ കണ്ടെത്താൻ പറ്റൂല. അവസാനം അവളെ കണ്ടെത്തി കഴിയുമ്പം അവൾക്ക് അവള് വാമ്പയറാക്കാൻ അവള് പറയും. അവൾക്ക് പഴയ മെമ്മറീസ്, പഴയ ജന്മത്തിലെ മെമ്മറീസ് ഇങ്ങനെ കിട്ടും. അവള് വാമ്പയറാക്കാനൊക്കെ പറയും. ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഒരു വാൻ ഹെൽസിംഗ് പോലത്തെ ഒരാളുണ്ട്. അങ്ങനെ പ്രീസ്റ്റാണ്. അങ്ങനെ ഡ്രാക്കുളനെ ബോധവൽക്കരിക്കും. നിനക്ക് ഒരു ജീവിതകാലം മൊത്തം മരിക്കാൻ പറ്റില്ല എന്നുള്ള ശാപമാണ്. അവളെ കൂടെ നിനക്ക് അവളുടെ സ്നേഹമാണെങ്കിൽ അവളെ അവനും രണ്ടാമതെന്തോ ജനിക്കണ അങ്ങനെ എന്തോ പറ്റി. സോറി, ഞാൻ ആശുപത്രി പോയി. മഹാഭാരതം പോലെ ഇതിന്റെയൊക്കെ പല വേർഷൻ കറയില്ലേ. ഇതിന് ഒരു കഥയാണ് ഇത്. ക്യാരക്ടേഴ്സ് എല്ലാം എല്ലാത്തിലും കാണാൻ മനസ്സിലായി. സ്റ്റീഫൻ കറി വന്ന് ഡ്രോപ്പ് എടുത്ത് ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകാൻ പറ. ഒറ്റ ഡ്രോപ്പ് എടുത്ത് മറ്റേ കൊറേ വവ്വാല് പോലത്തെ ജീവികൾ ഇരിക്കൂലേ കൊട്ടാരത്തിൽ.
അത് വവ്വാലല്ല, വവ്വാല് പോലത്തെ ജീവിയാണ്. ഓ, ജസ്റ്റ് എന്റെ പേര് വേറെ എന്തെങ്കിലും ഇയാള് ഡ്രാക്കുള മരിച്ചു കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം ക്യാമ്പ് മോശം വിട്ടു. അതെല്ലാം കൊച്ചു കുട്ടികളായി, കൊറേ കൊച്ചു കുട്ടികൾ. പെട്ടെന്ന് പാടാ ആൽവിനെ. അവരെങ്ങനെ വവ്വാലേറ്റ് പറയാ? എത്ര ദൂരമുണ്ട്? ഇയാളെന്തോ കഴിച്ച പോലെയാണ്. ഇയാളെങ്ങനെ സഹായിക്കാൻ വേണ്ടി എന്നുവെച്ചാ ഈ ആ ക്യാരക്ടറെ കാണിക്കുമ്പോ അതിനകത്ത് അങ്ങനെയാ. എന്നാ ഞാൻ മൂന്നുപേരുണ്ടായിരുന്നല്ലോ. രണ്ടല്ലേ? അയ്യോ മുകളിൽ സ്നൈപ്പർ അവന്റെ ഡ്രോപ്പ് ഗൺ എടുത്തോണ്ട് പോയാ. ഇവിടെയാണ്. അവൻ വീണ്ടും പൊങ്ങിയേ, അവൻ ചത്തില്ല. ഇവിടെ അങ്ങ് സൈഡിൽ കാണിക്കും. എന്റെ അടുത്ത് ആരും ഇല്ല. ഇവിടെ 3 പേര് അപ്പുറം സൈഡിലോട്ട് ഓടി തോന്നുന്നു. ആ സ്കൗട്ട് വന്നിടത്തോട്ട്. ഇല്ലായിരുന്നടാ കൂടെ. സ്നൈപ്പ് ചെയ്തോടെ കിട്ടിയാടാ? ഇല്ലടാ, ബട്ടർ മഫിൻ. അവര് പറന്നു പോയാ പോയി. അതാ വേറെ ചോപ്പർ നിന്റെ എത്താറുണ്ടല്ലോ. പാലത്തിലുണ്ടോ? വെള്ളത്തിൽ ചെടിയേ വെള്ളത്തില്ല. ഞാൻ മുങ്ങി നോക്കി. പാലത്തിന്റെ അടിയിൽ നോക്കിയാടാ? നീന്തി അപ്പുറത്ത് കയറി പോയത്. കിട്ടോ? സ്കാറ്റിംഗ് ബോർഡ് അടിച്ചു പോയി. പോയി സ്കാറ്റിംഗ് ബോർഡ് അടിച്ചു. നല്ല ദൂരം പോയാ? അതിലൊരു സീന് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, ഓർമ്മയുണ്ടാ? ഓ ഇങ്ങനെ പള്ളിക്കകത്ത്, പള്ളിയല്ല സെമിനാരിക്കകത്ത് കയറി വന്നിട്ട് കുറെ കന്യാസ്ത്രീമാരെ ഇങ്ങനെ അവന്റെ പുറത്ത് ഇങ്ങനെ വന്ന് അട്രാക്ട് ചെയ്ത് കയറ്റിട്ട് അവരെയൊക്കെ രക്തം കുടിക്കും. അത് ഈ പെണ്ണിനെ 400 വർഷത്തിന് ശേഷം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വയസ്സനായിട്ടാണ് തുടക്കത്തിരിക്കുന്നത്. അങ്ങനെ യങ് ആവാൻ വേണ്ടി. എവിടെടാ സ്റ്റീഫൻ കറി? അവന്റെ പെട്ടിയിൽ നല്ല പോലെ ഫ്ലിച്ചായിട്ടുണ്ട്. ഒരു അക്കരക്കരയിൽ അതുവഴി പൊക്കോളം പറ. ഞാൻ ഇവിടെ ഇതുള്ളതുകൊണ്ട് പെട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്നത്. ഡ്രോപ്പ് കിടപ്പുണ്ട്. ഡ്രോപ്പ് എടുക്കാം. പ്ലാനറ്റോറിയം, മൊറട്ടോറിയം. ഇങ്ങോട്ടല്ലേ വരണത്? കേട്ടവാ കൊണ്ട് ഉറപ്പില്ല. ഇങ്ങനല്ലേ? വേറൊന്നുമല്ലല്ലോ. മുകളിലാണ് ഈ വെള്ളി തൂങ്ങിട്ട് ഈ വെള്ളി തന്നെ തിരിച്ചിറങ്ങി വരണം. ഉറപ്പില്ലടാ. കടന്നു പോവാൻ എല്ലാം തോന്നി നടന്നു പോകുന്നു. എടാ ഞാൻ മറ്റേ വേറെ സ്കോപ്പ് എടുത്ത് വെച്ചിട്ടും വരുന്നില്ല കാണിക്കില്ല. ഗണ്ണിന്റെ ഫുള്ള് ഡൗൺലോഡ് ആയി കാണുന്നു.
ഫുൾ ഡൗൺലോഡായി. ആ ഇപ്പൊ വരണം. എന്താ പൊന്നെ. ആ ഇപ്പൊ മതി. എന്തോ പട്ട് കുടിച്ചെടുത്തിട്ട്. ബർഗർ കിങ് അയ്യോ ഫോണ് ചൂടാവണേ. വേറൊരു കൊണ്ടുവന്നില്ല. അതിപ്പോ എടുത്തില്ലേ? ഓ തന്നെ അടുത്തേക്ക് ഐഫോൺ ഏതെടുത്താ? അപ്പൊ എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ. എന്റെ അടുത്ത് എന്റെ ഫ്രണ്ടിൽ രണ്ടുപേരുണ്ട്. വണ്ടിക്കാരൻ രക്ഷപ്പെട്ട. പുല്ല് തീ കത്തിച്ച്. എന്റെ അടുത്ത് നിറയെ ആരെങ്കിലും അതിശയത്തുണ്ടായിരുന്നു അവിടെ. ഇപ്പൊ ഞാൻ ചത്തിട്ടു. 2 നോക്ക് കിട്ടിയ ധൈര്യത്തിൽ വന്നായിരുന്നു. വേറെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. മറ്റോ പിന്നെയും കൂടാ സ്കോപ്പ് പിന്നെയും പോയി. പോടെ ഇവന് ഞാൻ രണ്ട് നോക്ക് ഉണ്ടായിരുന്നില്ലേ അവിടെ? ഒരു നോക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു ക്ലസ്റ്റർ കൂടി അടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പറഞ്ഞു സ്നേഹിട്ടോ അവനെ കൊല്ലി അതിനുണ്ടാ എന്റെ പെട്ടിലൂട്ടി ആ പെട്ടി തീർന്നു. അവിടെ പെട്ടി കഥയാണ്. അവിടെ 4 സൈഡിൽ നിന്ന് അടിയുള്ളൂ. ഞങ്ങൾ ഇവിടെ ഇറങ്ങട്ടാ. അടി കിട്ടുമെന്നുള്ള ഞാൻ അവിടെ ഇറങ്ങണിക്കാം. 260 ആളുണ്ട്. 260 ബിൽഡിങ്ങിന്റെ മുകളിൽ. ഓ എന്റെ ഫ്രണ്ടിൽ എടുത്താൻ വന്നാ സ്നൈപ്പർ അവിടെ. കറക്റ്റ് ടൈമിൽ ബൈ സ്റ്റേഷൻ. ഓ ട്രാപ്പ്. അയ്യോ അതോടായിരുന്നു. എടാ ബിൽഡിങ്ങിന്റെ മുകളിൽ നോക്കാൻ ചത്താടാ അല്ലേ? ഇനി ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിന്റെ മുകളിലുള്ളവർ നിങ്ങൾ നോക്കാത്തതിന് ശേഷം എനിക്ക് വെടി കിട്ടുന്നുണ്ടായിരുന്നല്ലോ. എടേ 70 അങ്ങോട്ട് ഡ്രോപ്പ്, ഫസ്റ്റ് ഡ്രോപ്പിന്റെ അങ്ങോട്ട് ആളുണ്ടായിരുന്നേ. പാലത്തിലാള് ഒരെണ്ണം പോലും പോയി താഴെ വരും. ആകാശത്തോടത്ത് പറന്നു പോയേ. ഇപ്പം ബിൽഡിങ്ങിന്റെ മലയാളം കൊണ്ടുവരും. അപ്പുറം 25 അതിലേക്ക് നോക്കുന്നുണ്ട്. ഞാൻ അടിച്ചത് ബോട്ടല്ല, സ്നൈപ്പ് ചെയ്യായിരുന്നല്ലേ. ഈ ടവറിന് മുകളിൽ കയറി നോക്കണം. ഇപ്പൊ ഒരുത്ത് പറന്നു പോയേ. ടവർ നോക്കിക്കോ. ട്രാപ്പ് ഉണ്ട് ഇവിടെ. ഞാൻ കേറിയടാ. ഇവിടെ താഴെ നിൽക്കണോ? അതിന്റെ കുറച്ച് റൈറ്റിലായിട്ട്. സോൺ ഔട്ടോ പക്ഷി അവരെ ഓടിക്കാതെ എന്റെ അടുത്തോട്ട് വന്നത് കള്ളപ്പട്ടി. എന്റെ തൊട്ടടുത്തോട്ട് പോയേ, പാലത്തിന്റെ അടിയിൽ പോയാ അവൻ. പാലത്തിന് അപ്പുറം സൈഡ് അവ പാലത്തിൽ പൊട്ടാ വീടാ. നൈസ്. ഞാൻ
മലരെ മുന്നേ വേർപിരിവ്